Hi, dear friends. Journey from Cologne to Frankfurt. Scenery from Germany. Frankfurt. Journey to Frankfurt from Cologne. Time 11:41 here and 3:10 in India. ഇവിടെ ടൈം 11:41 ഇന്ത്യയിൽ 3:10 പകൽ സമയം. ബസ്സിലെ ടൈമും സ്വന്തം വാച്ചിലെ ടൈമും നോക്കിയിട്ടാണ് പറയുന്നത്. 12 degrees Celsius temperature. 11:41 AM. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ പകലത്തേതാണ് ടൈം. AM എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും. സ്റ്റുട്ട്ഗാർട്ടിലുള്ള വലിയ കാർ ഷോറൂം മെഴ്സിഡസ് ബെൻസിൻ്റെയൊക്കെ ഭയങ്കര വലിയ ഹ്യൂജ് ബിൽഡിംഗ് ആണ്. അത് അവിടെ ഒത്തിരി കാണാനുണ്ട്. അതായത് മോസ്റ്റ് മോഡേൺ കാർ, ട്രക്ക്, ബൈക്ക്, ലോറി എന്ന് വേണ്ട സകലവിധ വെഹിക്കിൾസും അവിടെ കാണാനുണ്ട്. പിന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും വളരെ മനോഹരമാണ് കാണാൻ. എല്ലാത്തിൻ്റെയും പിക്സ് വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. ആദ്യം അവിടെ വരെ എത്തട്ടെ. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ വിൻ്റർ സീസൺ തുടങ്ങുന്ന സമയമാണ്. അപ്പോഴേക്കും പ്ലാന്റ്സ് എല്ലാം അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുകയായി. ലീവ്സ് എല്ലാം മഞ്ഞച്ച് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. യാത്രക്കിടയിൽ തന്നെ അത്യാവശ്യക്കാരുള്ള ഒരാൾ ചൂടുവെള്ളത്തിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നതാണ് കാണുന്നത്. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ഇറ്റ്സ് ദി ഓൺസെറ്റ് ഓഫ് വിന്റർ. ലീവ്സ് എല്ലാം കളർ ചേഞ്ച് ആയി കഴിഞ്ഞു. കുറച്ച് നാളോടെ കഴിഞ്ഞാൽ ലീഫ് ഫോൾ ഉണ്ടാകും. എല്ലാം തന്നെ ഇല പൊഴിച്ച് നിൽക്കും. എക്സ്ട്രീം കോൾഡിൻ്റെ സമയത്ത് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകാറില്ല. ആ തണുപ്പ് നമുക്ക് ടോളറേറ്റ് ചെയ്യാനാവില്ല. ഈ കാണുന്ന ഹ്യൂജ് ബിൽഡിംഗ് മെഴ്സിഡസ് കാർ കമ്പനിയുടേതാണ് എന്നാണ് അറിഞ്ഞത്. ആംബിയൻസ് ഒക്കെ കണ്ടിട്ടാകാം ഉള്ളിലേക്ക്. ഇവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും ഏത് വാഹനം വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനനുസരിച്ച് അവർ അയച്ചു കൊടുക്കും അത്രേ. അതുകൊണ്ടാണ് അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും ഇത് തുറന്നു കൊടുക്കുന്നത്. ലിഫ്റ്റിന് യൂറോപ്പിലെ യൂസേജ് എലിവേറ്റർ എന്നാണ്. അതിൻ്റെ ഫോമിനും വ്യത്യാസമുണ്ട് ഇവിടെയൊക്കെ. ഇതൊരു വെഹിക്കിളാണ്. ഇതാ ജീപ്പ് അല്ല ലോറിയും അല്ലാത്ത പോലെ ഒന്ന്. ഇത് മറ്റൊരു നിലയിലുള്ളതാണ്. ന്യൂ മോഡൽ സൈക്കിൾ. ഇതാ വേറൊരു കളക്ഷൻ. ഓരോ നിലയിൽ നിന്ന് റാമ്പ് വഴി ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണിതെല്ലാം. വെഹിക്കിൾസിൻ്റെ ശേഖരം. ഇതാ yet another കാർ, ന്യൂ മോഡൽ. മുകളിലേക്ക് തുറക്കുന്ന ഡോറുള്ള കാർ. ഇതൊത്തിരി നിലകളുള്ള കെട്ടിടമാണ്. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി നേരം കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഓരോ നിലയിലേക്കും ലിഫ്റ്റിൽ കയറി പോകാവുന്നതാണ്. ഇതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി വന്നുള്ള കാഴ്ചകളാണ് ഇനിയുള്ളത്. അതായത് അതിൻ്റെ ചുറ്റുവട്ടം. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി.
അവിചാരിതമായി ഒരിടത്ത് നിർത്തിയിടേണ്ടി വന്ന സന്ദർഭമാണ് ഒരു ബ്ലോക്ക് വന്നപ്പോൾ. അപ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് കുറച്ച് ആപ്പിളും ഒക്കെ പറിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ബസ്സിൽ തന്നെ മറിഞ്ഞിരിക്കാതെ നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ അവിടെ ഇറങ്ങിയിരുന്നു. ഞാനും ഇറങ്ങി. എല്ലാവരും കാട്ടിലെ ആപ്പിളൊക്കെ ഒന്ന് രുചിച്ച് നോക്കി. കാട്ടിലെ ആപ്പിളിന് വലിയ രുചിയൊന്നുമില്ല കേട്ടോ. രുചിഭേദങ്ങളൊക്കെ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇതൊരു പിയർ ട്രീ ആണ്. കൂടാതെ മാപ്പിൾ ട്രീസും അവിടെയുണ്ട്. ദിസ് ഇസ് റെയിൻ റിവർ വാട്ടർഫോൾസ്. ഇതോടുകൂടി ജർമ്മനിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കാനുള്ള ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെക്ക് പോസ്റ്റ്. താങ്ക് യു.